അടുത്ത വരുന്ന പോർഷനാണ് എന്ത് ചെക്ക് ഫോർ സ്റ്റെപ്പ് 3 വരുന്നത് ചെക്സ് ആണ്. ചെക്സിൽ 3 ചെക്ക് ചെയ്യാനുണ്ട്. ചെക്ക് ഫോർ ഓവർ ടേണിങ്, ചെക്ക് ഫോർ സ്ലൈഡിങ് ആൻഡ് ചെക്ക് ഫോർ സോയിൽ പ്രഷർ. പിന്നെ 3 ചെക്ക് ചെയ്യാനുണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്താണ്? ഫസ്റ്റ് വൺ ഓവർ ടേണിങ് ആണ്. ഓവർ ടേണിങ്. ഓക്കെ, അപ്പോൾ ഓവർ ടേണിങ്ങിൽ എന്തായിരുന്നു? FS1 അതായത് ഫാക്ടർ ഓഫ് സേഫ്റ്റി for overturning, that is equal to എത്രയാണ്? 0.9 mr divided by mo. ഓക്കെ, that should be greater than or equal to 1.4 എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ MRും MO ഒന്നും നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, വാല്യൂസ് ഇപ്പോൾ കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതെല്ലാം ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ്? ഫസ്റ്റ് ഒരു ടേബിൾ വരക്കണം. അതായത് ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഫോഴ്സസ്, നമുക്ക് ഈ വാല്യൂസ് മാത്രമല്ല, നമുക്ക് സ്ലൈഡിങ്ങിനൊക്കെ കുറച്ച് ഫോഴ്സിൻ്റെ വാല്യൂസ് ഒക്കെ എടുക്കാനുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ നമ്മൾ ടേബിളാക്കിയിട്ട് എന്ത് ചെയ്യാണ്? കണ്ടുപിടിക്കുക. ഫസ്റ്റ് കോളത്തിൽ എന്താണ്? ടൈപ്പ് ഓഫ് ഫോഴ്സസ് ആണ്. രണ്ടാമത്തെ കോളത്തിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ്. തേർഡ് കോളത്തിൽ വരുന്നത് പൊസിഷൻ ഓഫ് ഫോഴ്സ് ഫ്രം ടോ എൻഡ്. സെക്കൻഡ് കോളത്തിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ്. തേർഡ് കോളത്തിൽ ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് ടോ. വിത്ത് റെസ്പെക്ട് ടു ടോ എന്താണ് ബെൻഡിങ് മൊമെൻറ്റ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് വൺ ഓവർടേണിംഗ് ഫോഴ്സസ്. ഓക്കെ, ഓവർടേണിംഗ് ഫോഴ്സ് എന്താണ്? ഓവർടേണിംഗ് കോസ് ചെയ്യുന്നത് PAH എന്ന് പറഞ്ഞിട്ടുള്ള അതായത് ആക്റ്റീവ് എർത്ത് പ്രഷർ ആണ് എന്ത് കോസ് ചെയ്യുന്നത്? ഓവർടേണിംഗ് കോസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? PAH ഈസ് ഈക്വൽ ടു ഹാഫ് KA ഗാമ H². ഓക്കെ, അപ്പോൾ ഫോഴ്സ് PAH ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു KA നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ KA ഈസ് ഈക്വൽ ടു 1 - sin phi ഡിവൈഡ് ബൈ 1 + sin phi. നമുക്കത് എന്താണ്? 1/3 എന്ന് കിട്ടും. അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1/3 ഇൻറ്റു 17.8 ആണ് എന്ത്? ഗാമ വരിക. ഇൻറ്റു H². H ഈസ് ഈക്വൽ ടു 5.7². ദാറ്റ് ഈസ് ഈക്വൽ ടു 96.387 kN എന്ന് കിട്ടും. ഓക്കെ, അടുത്തത് പൊസിഷൻ ഫ്രം ദി ടോ എൻഡ്. അപ്പോൾ ഈ ലോഡ് ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? PAH എന്നുള്ള ലോഡ് ഇങ്ങനെയാണ്. അത് ടോ എൻഡിൽ നിന്ന് വരുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? നമ്മൾ ഇവിടെ നിന്ന് പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ഒരു ട്രയാങ്കിൾ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ആ ട്രയാങ്കിളിൻ്റെ 1/3 അതായത് 1/3H. ഓക്കെ, 1/3H ആണ് എന്ത് വരിക? ഡിസ്റ്റൻസ് വരിക. അപ്പോൾ H/3 is equal to 5.7/3. That is equal to 1.9 meter. ഓക്കെ, ഇനി മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? MO. ഇവിടെ MO ആയിരിക്കും. MO is equal to 9638 into 1.9. That is equal to 183.122 kilonewton mm എന്ന് കിട്ടും. ഇനി അടുത്ത കേസ് എന്താണ്? റെസിസ്റ്റിംഗ് ഫോഴ്സ് ആണ്. റെസിസ്റ്റിംഗ് ഫോഴ്സ്. ഓക്കെ, റെസിസ്റ്റിംഗ് ഫോഴ്സ് വരുമ്പോൾ അത് നമ്മൾ എന്താണ്? σW എന്നായിരുന്നു ഡിനോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ വരുന്നത് എന്തൊക്കെയാണ്? അതായത് എന്തൊക്കെയാണ് റെസിസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞത്? നമ്മൾ വെയിറ്റ് ഓഫ് ദി ബാക്ക് ഫില്ല് റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ റീറ്റെയിനിങ് വാളിൻ്റെ വെയിറ്റും റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. മൂന്നും കമ്പൈൻഡ് ആയിട്ടാണ്, രണ്ടും കൂടെ കമ്പൈൻഡ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ σWയിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് ഫസ്റ്റ് നമുക്ക് W1 + W2 + W3 കണ്ടുപിടിക്കണം. അതായത് W1
W2 W3. ഇതിൽ രണ്ട് പാർട്ടീഷൻ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ W1 W2 ഡാഷ് ആൻഡ് W2 ഡബിൾ ഡാഷ്. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഏരിയ ഇൻറ്റു ഗാമ ആണ് എന്ത് വരിക? വെയിറ്റ് വരിക. അപ്പോൾ ഫസ്റ്റ് W1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോർഷനാണ് വരിക. അതായത് 5.2 ഇൻറ്റു 1.6. 5.2 ഇൻറ്റു 1.6 ഇൻറ്റു എന്താണ്? ഗാമ സോയിലിൻ്റെ ഗാമ വരിക എത്രയാണ്? 17.8 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 148.096 എന്ന് കിട്ടും കിലോ ന്യൂട്ടൺ. ഓക്കെ, ഇനി W2 വരുന്നത്, ഓക്കെ, ഇതിൻ്റെ ഡിസ്റ്റൻസ് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ W2 ഇങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ടോയിൽ നിന്ന് ഇങ്ങോട്ട് മെഷർ ചെയ്യാം. അങ്ങനെ ആവുമ്പോൾ എന്താണ്? 1 എടുക്കുക, 1 മീറ്റർ പ്ലസ് 0.4 പ്ലസ് എത്രയാണ്? 1.6/2. ഓക്കെ, ഇതിൻ്റെ ഈ ഒരു ഡിസ്റ്റൻസിലോട്ട് എടുക്കുമ്പോൾ എന്താണ്? 1.6/2, 1 പ്ലസ് 0.4 പ്ലസ് 0.8. അതാണ് എന്ത്? ഡിസ്റ്റൻസ് വരിക. 1 പ്ലസ് 0.4 പ്ലസ് 1.6/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2.2 മീറ്റർ. ഓക്കെ, ഇനി അതിൻ്റെ മൊമെൻ്റ് എടുക്കുമ്പോൾ രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 325.811 എന്ന് കിട്ടും. ഇനി അടുത്തത് W2 പാർട്ടീഷൻ ആണ്. രണ്ടെണ്ണം ഉണ്ട്. അതായത് W2 ഡാഷ് ഉണ്ട്, W2 ഡബിൾ ഡാഷ് ഉണ്ട്. അപ്പോൾ W2 ഡാഷ് എടുക്കുമ്പോൾ എത്രയാണ് ഏരിയ വരിക? 0.15 ഇൻറ്റു ഹൈറ്റ്. അതായത് എത്രയാണ്? ഈ ഹൈറ്റാണ് 5.2 ഇൻറ്റു ഡിസ്റ്റൻസ്, ഇൻറ്റു എന്താണ്? 17.8 ഗാമ. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് വരിക? 19.5 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. ഇനി ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ ഇതിൻ്റെ മിഡിലാണ് ഡിസ്റ്റൻസ് വരിക. അപ്പോൾ എന്താണ്? 1 മീറ്റർ പ്ലസ്, ഇപ്പോൾ ഇതിൻ്റെ മിഡിലാവുമ്പോൾ നമ്മൾ ഈ ഒരു 150/2 എന്ത് ചെയ്യണം? ഈ ഡിസ്റ്റൻസ് നിന്ന് മൈനസ് ചെയ്യണം. അത് 400 മൈനസ് ചെയ്യാം. അപ്പോൾ എത്രയാണ് കിട്ടുക? 1 പ്ലസ് 0.2 വരും ഈ പോർഷൻ, 0.25 വരും ഈ പോർഷൻ, പിന്നെ 0.15/2 വരും. അത് കിട്ടുക എത്രയാണ്? 1 പ്ലസ് 0.25, ഈ ഡിസ്റ്റൻസ് 0.25 പ്ലസ് 0.15/2. ഓക്കെ, ആ ഡിസ്റ്റൻസ് വരിക എത്രയാണ്? 1.275 എന്ന് വരും. ഇനി ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ we get it as 24.862. ഓക്കെ, അങ്ങനെ എന്തായി? W2 ഡാഷ് കാൽക്കുലേറ്റ് ചെയ്തു. ഇനി W2 ഡബിൾ ഡാഷ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, W2 ഡബിൾ ഡാഷ്. അപ്പോൾ W2 ഡബിൾ ഡാഷ് എടുക്കുമ്പോൾ എന്താണ്? ഇതൊരു ട്രയാങ്കുലാർ ആണ്. അപ്പോൾ 1/2 ഇൻറ്റു 5.2 ഇൻറ്റു 0.25. ആൻഡ് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? 1 മീറ്റർ പ്ലസ് ഇവിടെ നിന്ന് 2/3 ഇൻറ്റു ഈ വിഡ്ത്ത്. അപ്പോൾ 1 പ്ലസ് 2/3 ഇൻറ്റു 0.25. ഓക്കെ, അത്രയാണ് ഡിസ്റ്റൻസ് വരിക. അപ്പോൾ W2 ഡാഷ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 0.25 into 5.2, that into 25 ആണ്. കോൺക്രീറ്റ് ആണല്ലോ 25. അത് ഇവിടെ എഴുതിയപ്പോഴും ഇവിടെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ 25 ആണ്. കോൺക്രീറ്റ് ആണല്ലോ 25 ആണ്. ഇത് കിട്ടുക 16.25 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ, ഡിസ്റ്റൻസ് 1 പ്ലസ് 2/3 ഇൻറ്റു 0.25 ദാറ്റ് ഈസ് ഈക്വൽ ടു 1.2667. ഓക്കെ, ഇനി ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ
20.58 എന്ന് കിട്ടും. ഓക്കെ, ഇനി W3 എന്ന ബേസ് ലാബ് വരിക എത്രയാണ്? 0.5 × 3, ഡിസ്റ്റൻസ് വരിക 3/2, റെക്ടാങ്കുലർ ആണല്ലോ. അപ്പോൾ എന്താണ് 0.5 × 3 × 25, that is equal to 37.5 kilonewton എന്ന് വരും. ഡിസ്റ്റൻസ് 3/2, it is equal to 1.5, രണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 56.25 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെ ഇതിൻ്റെ എല്ലാം സം എടുക്കുകയാണ്, അതായത് ഫുൾ W1, W2, W3 ഇതിൻ്റെ സം എടുക്കുകയാണ്. സം എടുക്കുമ്പോൾ we will get it as 221.346. ഓക്കെ, അതേപോലെ MR is equal to 4 മൊമെൻറ്റിൻ്റെയും സമ്മാണ് 427.5. അങ്ങനെ എന്തായി? ടേബിൾ കംപ്ലീറ്റ് ആയി. ഓക്കെ.